ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിലാണ് പിതാവ് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് വർഷിക്കുന്നത്. എൻ്റെ നാമത്തിൽ പിതാവിന് അയക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ, നിഗൂഢമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എന്നിലും എന്നെ കേൾക്കുന്നവരിലും പറയാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ ആവസിക്കണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 15 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ, അവിടെ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. അതിൻ്റെ ഹെഡിങ് അങ്ങനെയാണ്, ഞാൻ വായിക്കാം, ശ്രദ്ധിക്കണേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. ഈശോ നമുക്ക് മറ്റൊരു സഹായകനെ വാഗ്ദാനം ചെയ്യുന്ന വചനഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. മറ്റൊരു സഹായകൻ. അങ്ങനെയാണെങ്കിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പിതാവായ ദൈവം എത്ര സഹായകരെ ഈ ലോകത്തിലേക്ക് അയച്ചു? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 2 സഹായകരാണ് ഈ ലോകത്തിലേക്ക് അയച്ചത്. ഒന്നാമത്തെ സഹായകൻ പിതാവിൻ്റെ ഏകജാതൻ, നമ്മുടെ രക്ഷകനും കർത്താവുമായ ഈശോ മിശിഹ തന്നെയാണ്. തൻ്റെ ഏകജാതനെ പോലും നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച പിതാവ് ആ യേശുക്രിസ്തുവിലൂടെ നമ്മളെ അവിടുന്ന് വീണ്ടെടുത്തു. ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയൊരു സന്തോഷത്തിൻ്റെ സത്വാർത്ത. അതാണ് ഈശോയുടെ ജനനം. അപ്പോൾ ഒന്നാമത്തെ സഹായകൻ നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും മരണവും ഉയർപ്പിന് ശേഷമാണ് പരിശുദ്ധാത്മാവിനെ സമർത്ഥമായിട്ട് ഈ ഭൂമിയിലേക്ക് വർഷിക്കാൻ തുടങ്ങിയത്. തീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തീത്തോസ് 3:6, ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ സമർത്ഥമായിട്ട് വർഷിച്ചതെന്ന്. അപ്പോൾ 2 സഹായകരെ പിതാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. 1 ഈശോ, 2 പരിശുദ്ധാത്മാവ്. മറ്റൊരു സഹായകൻ. ഈ മറ്റൊരു സഹായകൻ ഈശോ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിത്യസഹായകൻ എന്നാണ്. നിത്യസഹായകൻ, നിത്യം നമ്മളോടൊപ്പം ആയിരിക്കുന്ന സഹായകൻ, നിത്യം നമ്മളോടൊപ്പം. ഈശോ 33 വർഷമാണ് ഈ ഭൂമിയിലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് നിത്യം നമ്മളോടൊപ്പം, മനുഷ്യരോടൊപ്പം ആയിരിക്കുന്നു. നിത്യ സഹായകനാണ്. പരിശുദ്ധാത്മാവിനെ ഈശോ ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെടുത്തി തരാണ്. ഒരു ശക്തി എന്നതിനേക്കാൾ ഒരു വ്യക്തി. അതുകൊണ്ടാണ് ഈശോ പരിശുദ്ധാത്മാവിനെ പലപ്പോഴും സംബോധന ചെയ്യുന്നത് അവൻ എന്നാണ്. അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനമാണ് യോഹന്നാൻ 14:17. അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. യോഹന്നാൻ 15:26. അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം നൽകും. അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. കണ്ടോ, അവൻ അവൻ അവൻ. ഏകദേശം പുതിയ നിയമഭാഗത്ത് 12 പ്രാവശ്യം അവനെന്ന് പരിശുദ്ധാത്മാവിനെ ഈശോ സംബോധന ചെയ്യുന്നുണ്ട്. ഈശോ പരിശുദ്ധാത്മാവിനെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ശക്തി എന്നതിനേക്കാൾ ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ വ്യക്തി നമ്മളോടൊത്ത് വസിക്കുന്നുണ്ട്, നമ്മളെ സഹായിക്കാനായിട്ട്. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമുക്കറിയാം, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ 8000-ലധികം വാഗ്ദാനങ്ങളുണ്ട്. 8000-ലധികം വാഗ്ദാനങ്ങൾ അടങ്ങിയ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ഉന്നതമായ വാഗ്ദാനം ഏതാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവാണ്. ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പിതാവിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവാണത്. അതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. യോഹന്നാൻ 14:16, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും, കണ്ടോ, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ ഈശോ
പിതാവിൻ്റെ വലത്തുഭാഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ. അതാണ് സങ്കീർത്തനം 110:1 നമ്മൾ വായിക്കുന്നത്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ ഈശോ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഈശോ പിതാവിൽ നിന്നും നമുക്ക് വാങ്ങിത്തരുന്ന ഏറ്റവും ഉന്നതമായ ദാനം പരിശുദ്ധാത്മാവാണത്. ആ പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് തരാൻ ആഗ്രഹിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, എത്ര സന്തോഷത്തോടെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കേണ്ടത്. അതുപോലെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും, പിതാവായ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ദാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഈ സത്യം നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനത്തിലാണ്. ദൈവം തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നൽകും. അപ്പോൾ നമ്മൾ എന്തെല്ലാം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പിതാവിനോട് ചോദിച്ചാലും പിതാവായ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണത്. അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പഴയ നിയമഭാഗത്ത് ദൈവം ചില പ്രത്യേക ദൗത്യങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് അളവ് വെച്ച് പരിശുദ്ധാത്മാവിനെ കൊടുത്തിരുന്നു. പ്രവാചകന്മാർ, രാജാക്കന്മാർ, ന്യായാധിപന്മാർ, പുരോഹിതന്മാർ, ഇങ്ങനെയുള്ളവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ അളന്നാണ് നൽകിയിരുന്നത് ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട്. ആ ദൗത്യം പൂർത്തിയായി കഴിയുമ്പോൾ അവരിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പിൻവലിക്കപ്പെടാവുന്ന ആത്മാവ്. ഇതാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം നൽകിയിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നമ്മളിൽ നിന്ന് പിൻവലിക്കുന്നില്ല. അതാണ് പറഞ്ഞത്, എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായനെ അവിടുന്ന് നൽകും. കൂടാതെ അവിടുന്ന് അളന്നല്ല ആത്മാവിനെ നൽകിയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:34 നമ്മൾ ഈ സത്യം മനസ്സിലാക്കുന്നത്. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, നമ്മൾ മനസ്സിലാക്കണം പ്രിയ ദൈവമക്കളെ, പിതാവായ ദൈവവും പുത്രൻ തമ്പുരാനും നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ദിവ്യദാനം ഏതാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്, നിത്യം നമ്മുടെ കൂടെയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ സഹായിക്കാനാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലായിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി നമ്മൾ നിത്യജീവന അർഹരായി തീരണം. അതിനു വേണ്ടിയിട്ടാണ് മറ്റൊരു സഹായകനായ പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവ് എപ്രകാരമെല്ലാം നമ്മളെ സഹായിക്കും അത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് സഹായനാണെന്ന് നമ്മൾ മനസ്സിലാക്കി എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ഏതാനും കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് ഈശോയെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. യോഹന്നാൻ 15:26. യേശുവിനെ കർത്താവും ദൈവവുമായിട്ട് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് മറ്റും ആരുമല്ല, പരിശുദ്ധാത്മാവാണ്. നമുക്ക് കേസറിയ ഫിലിപ്പിയ സംഭവത്തിലേക്കൊന്ന് പോകാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണുകയാണ് പ്രിയമുള്ളവർ. അവിടെ കേസറിയ ഫിലിപ്പിയ അതൊരു വിജാതീയ പ്രദേശം. അവിടെ വന്നപ്പോൾ ഈശോ ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുകയാണ്. താൻ ആരാണെന്ന് അറിയാനൊരാഗ്രഹം. തന്നെക്കുറിച്ച് പൊതുജനം എന്തു പറയുന്നു, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെന്താണ് പറയുന്നത്, അതറിയാൻ ഈശോയ്ക്കൊരാഗ്രഹം. അവിടെ വെച്ച് ഈശോ ചോദിക്കുകയാണ്, എന്നെക്കുറിച്ച് ഈ ജനം എന്താണ് പറയുന്നത്? അപ്പം ജനത്തിൻ്റെ പ്രതികരണം, ജനത്തിൻ്റെ അഭിപ്രായം ശിഷ്യന്മാരെ ഈശോ അറിയിച്ചു. അവർ പ്രവാചകൻ എന്ന്, ഏലിയ എന്ന്, ജെർമിയ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഉത്തരത്തിലൊന്നും ഈശോ സംതൃപ്തനായില്ല. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? കാരണം ജനത്തിൻ്റെ ആ പ്രതികരണം, ജനത്തിൻ്റെ അഭിപ്രായം യേശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതായിരുന്നില്ല. അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ ഈശോയെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് അതറിയാനായിട്ട് ഈശോയ്ക്ക് ആഗ്രഹം. എന്നെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? പെട്ടെന്നാണ് എടുത്തുചാട്ടക്കാരനായ പത്രോസ് എടുത്തു പറഞ്ഞത്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, ഈശോയ്ക്ക് ആ ഉത്തരത്തിൽ തൃപ്തി തോന്നി. പറഞ്ഞു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. യേശുവിനെ കർത്താവും ദൈവമായിട്ട് തിരിച്ചറിയുന്ന വ്യക്തി ഭാഗ്യവാനാണ്. യേശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം അറിയുന്ന വ്യക്തി ഭാഗ്യവാനാണ്. ഈ തിരിച്ചറിവ് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ഒരു വിധം ഇതാ യേശുവിനെ കർത്താവും ദൈവവുമായിട്ട് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഏറ്റുപറയാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ കേസറിയ ഫിലിപ്പിയ പ്രദേശം അത് വിജാതീയ പ്രദേശമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു.
ആരെങ്കിലും യേശുവിനെ പരസ്യമായിട്ട് ഏറ്റുപറഞ്ഞാൽ ആ വ്യക്തിയെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന യഹൂദ നിയമം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ചങ്കുറ്റത്തോടെ പത്രോസ് പറഞ്ഞത്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. ഇതിന് പത്രോസിനെ അഭിഷേകം ചെയ്തത്, ശക്തിപ്പെടുത്തിയത്, ധൈര്യപ്പെടുത്തിയത്, ആ ആത്മധൈര്യം നൽകിയത് പരിശുദ്ധാത്മാവാണത്. പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ലോകത്ത് ആർക്കും സാധിക്കില്ലെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. 1 കൊരിന്തോസ് 12:3. 1 കൊരിന്തോസ് 12:3 നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് മൂലം സംസാരിക്കുന്ന ആരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയില്ല. ഇനി യേശു കർത്താവെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമെന്നാണ് ആ വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിഞ്ഞവർ, യേശുവിനെ കർത്താവും ദൈവമായിട്ട് തിരിച്ചറിഞ്ഞവർ, യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ചവർ, അത് അതരം വഴി ജീവിതം വഴി ഏറ്റുപറയുന്നവർ, അവരാണ് ഭാഗ്യവാന്മാരെ ഗണത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് റോമ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, റോമ 10:9-10 വചനം, റോമ 10:9-10 വചനങ്ങൾ. ആകയാൽ യേശു കർത്താവെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടും. എന്തെന്നാൽ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന വഴി ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നു, അതരം കൊണ്ട് ഏറ്റുപറയുന്ന വഴി ആ വ്യക്തി രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. ഏറ്റുപറയണം. സാത്താൻ ഏറ്റുപറയാൻ തയ്യാറല്ല. യേശുവിൻ്റെ വ്യക്തിത്വം എല്ലാം സാത്താൻ അറിയാം. പരിശുദ്ധനാണ്, നീ ദൈവപുത്രനാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ കർത്താവെന്ന് ഏറ്റുപറയുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഏറ്റുപറയണം നമ്മൾ യേശുവിനെ. ഏറ്റുപറയാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഏറ്റുപറയുന്നവർക്കുള്ള പ്രതിഫലമുണ്ട്. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ വചനം. ഭൂമിയിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. കണ്ടോ, പിതാവിൻ്റെ സന്നിധിയിൽ ഈശോ നമ്മൾ ഏറ്റുപറയുന്ന ആ രംഗമൊന്ന് മനസ്സിൽ ഭാവന കാണണം നല്ലതാണത്. ഭൂമിയിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഭൂമിയിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ട ഒരു മേഖലയാണത്. തള്ളിപ്പറയുക എന്ന് വെച്ചാൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാതെ പോവുക. മത്തായി 10:33 വചനമാണത്. ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും, തള്ളിപ്പറയുന്നവനെ ഞാനും തള്ളിപ്പറയും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം. പരിശുദ്ധാത്മാവാണ് ഈ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. യേശു കർത്താവിന് ദൈവമാണെന്നുള്ള തിരിച്ചറിവ് തരുന്നതും യേശുവിനെ കർത്താവായി ദൈവമായിട്ട് ഏറ്റുപറയാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നതും അതരം വഴി ജീവിതം വഴി ഏറ്റുപറയാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ഒരു വിധമാണ് യേശുവിനെ തിരിച്ചറിയാനും യേശുവിനെ ഏറ്റുപറയാനും നമ്മളെ ശക്തിപ്പെടുത്തുന്നതും ആ പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവികരായ യഹൂദരുടെ ആത്മീയ ജീവിതത്തിൽ വന്നൊരു പരാജയം നമുക്കറിയാം. യേശുവിനെ അവരുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ കഴിയാതെ പോയി. അവരുടെ ജീവിതത്തിൽ വന്ന വലിയൊരു പരാജയമാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനമാണ്. യോഹന്നാൻ 1:11. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, അവരാരും അവനെ സ്വീകരിച്ചില്ല. കണ്ടോ, രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു, രക്ഷകത്തിന് വേണ്ടി കാത്തിരുന്നു, അവർ പ്രാർത്ഥിച്ചിരുന്നു. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ടും രക്ഷകൻ ലോകത്തിലേക്ക് വന്നപ്പോൾ യേശുവിൽ രക്ഷകനെ ദൈവത്തിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് നമ്മുടെ പൂർവീകരായ ഇസ്രായേൽ ജനത്തിൻ്റെ, യഹൂദ ജനത്തിൻ്റെ ജീവിതത്തിൽ വന്ന, അവരുടെ ആത്മീയ ജീവിതത്തിൽ വന്ന വലിയൊരു പരാജയം. ആ പരാജയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. അപ്പോൾ ഇതാ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ഒരുവിധം നമ്മൾ മനസ്സിലാക്കി. വ്യക്തികളെ അവരുടെ മഹത്വം തിരിച്ചറിയാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈശോയെ ഗർഭം ധരിച്ച പരിശുദ്ധ കന്യാമറിയം മലമ്പ്രദേശത്തേക്ക് തിടുക്കത്തിൽ പോകുന്ന യാത്ര. എന്നിട്ട് ഇളയമ്മയായ എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നു. സക്രിയയുടെ ഭവനത്തിൽ പ്രവേശിക്കുന്നു, ഇളയമ്മയായ എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നു. ഈ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി, പരിശുദ്ധാത്മാവ് ആവസിച്ചവളായി. ഉദരത്തിലുള്ള നമുക്കറിയാം സ്നാപയോഹന്നാൻ കുതിച്ചു ചാടുന്നു. എന്നിട്ട് അവിടെ എലിസബത്ത് ഉദ്ഘോഷിക്കുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. കണ്ടോ, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വെളിപ്പെടുത്തുന്ന 2 സത്യങ്ങൾ. ഒന്ന്, മറിയത്തിനെ കർത്താവിൻ്റെ അമ്മയായിട്ട്. 2, മറിയത്തിൻ്റെ ഉദരത്തിൽ വളരുന്ന ശിശു കർത്താവായിട്ട് അവിടെ തിരിച്ചറിയാണ്.
2 വെളിപ്പെടുത്തലുകളാണ് അവിടെ കാണുന്നത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ. സ്നേഹമുള്ളവരെ, ഇന്ന് മറിയത്തെ അനേകരെന്ന് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മാതാവഴി ലോകത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല അനുഗ്രഹങ്ങളും ഇക്കൂട്ടർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മറിയത്തെ വെറൊരു മനുഷ്യ സ്ത്രീയായിട്ട്, വെറൊരു സ്ത്രീയായിട്ട്, ചിലർ പറയാറുണ്ട് മുട്ടത്തോട് തള്ളക്കോഴി എന്നൊക്കെ പറയാറുണ്ട്. പ്രിയമുള്ളവരെ, തെറ്റ്. മറിയത്തിൻ്റെ യഥാർത്ഥ ആ വ്യക്തിത്വം തിരിച്ചറിയാതെ പോകുന്നു. ഇത് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ ലൂക്ക 1:43 വചനം, എൻ്റെ കർത്താവിൻ്റെ അമ്മ. മറിയം കർത്താവിൻ്റെ അമ്മയാണ്, പരിശുദ്ധന് ജന്മം നൽകിയ അമ്മയാണ്, പരിശുദ്ധയാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് മാതാവിലൂടെ ഉയരുന്ന പ്രാർത്ഥനകൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രതിഫലമുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ മനസ്സിലാക്കുകയാണ്, വ്യക്തികളെ തിരിച്ചറിയാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കാണുന്നുണ്ട് വൃദ്ധനായ ശിമയോൻ്റെ സംഭവം. വൃദ്ധനായ ശിമയോന് രക്ഷകനായ ഈശോയെ കാണണമെന്ന് വലിയൊരു ആഗ്രഹം. ഇതാ രക്ഷകനായ ഈശോയെ കൈകളിലെടുത്തിട്ട് പറയുന്നുണ്ട്, സകല ജനത്തിനു വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ വൃദ്ധനായ എന്നെ നീ സമാധാനത്തിൽ വിട്ടയക്കണമെന്ന്. അപ്പോൾ യേശുവിൽ രക്ഷകനെ, ദൈവത്തിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അത് പരിശുദ്ധാത്മാവാണ് ശിമയോനെ സഹായിച്ചത്. പരിശുദ്ധാത്മാവ് ശിമയോനെ ദേവാലയത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. ഈശോയെ കാഴ്ചവെക്കാനായിട്ട്, സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അവിടെ. അപ്പോഴാണ് അവിടെ ശിമയോൻ പ്രത്യക്ഷപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ ഇന്ന് തിരുവോസ്തിയിലുള്ള ഈശോയുടെ സാന്നിധ്യം പ്രിയമുള്ളവരെ ഇന്ന് തിരിച്ചറിയാനായിട്ട് അനേകർ ഇന്ന് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മഹത്വം നൽകുന്നുണ്ട്. അതിനെല്ലാം അവരെ സഹായിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. വ്യക്തികളെ, അവരെ മഹത്വം തിരിച്ചറിയാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ക്ഷമയുടെ മേഖലയിലേക്കെല്ലാം വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന പല മേഖലകളുണ്ട്. അല്ല, മറ്റൊരു മേഖലയാണ് ഈശോ നമുക്ക് നൽകിയൊരു കൽപ്പനയാണല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഈശോ നമ്മെ സ്നേഹിച്ചത് മിത്രങ്ങളെ മാത്രമല്ല, ശത്രുക്കളെയും അവിടുന്ന് സ്നേഹിച്ചു. എന്നിട്ട് സ്നേഹത്തിൻ്റെ ഒരു പുതിയ പ്രമാണം നമുക്ക് തന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം. എന്നിട്ട് അവിടുന്ന് കൂട്ടിച്ചേർത്തു, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. അവിടുന്ന് സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി നമുക്ക് കാണിച്ചു തരുകയും ചെയ്തു. അവിടുന്ന് നമ്മോട് പറയുന്നുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിനെന്ന്. സ്നേഹമുള്ളവരെ, ഇത് ഒരു സാധാരണ മനുഷ്യനോ സ്വാഭാവിക മനുഷ്യനോ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോഴാണ് ഈശോ സ്നേഹിച്ചതുപോലെ, ഈശോ ക്ഷമിച്ചതുപോലെ, ഈശോ സഹിച്ചതുപോലെ, ഈശോ കരുണ കാണിച്ചതുപോലെ ക്ഷമിക്കാനും സ്നേഹിക്കാനും സഹിക്കാനും കരുണ കാണിക്കാനും നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ സ്നേഹത്തിന് ഒരു പരിധി വയ്ക്കും. കാരണം മാനുഷികമായ പരിമിതി നമുക്കുണ്ട്. വ്യവസ്ഥകൾ കൂടാതെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കില്ല. വ്യവസ്ഥകൾ കൂടാതെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമുക്കുണ്ടാകണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിലേക്കും ഈ ക്ഷമയുടെ മേഖലയിലും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:21 നമ്മൾ വായിക്കുന്നുണ്ട് ആ ഭാഗം. എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? എന്നിട്ട് ഒരു അല്പഗതം പോലെ പറയാണ്, ഒരു 7 പ്രാവശ്യം മതിയോ ഗുരു? ഒരു 7 പ്രാവശ്യം മതിയോ? ഈശോ അവിടെ കൊടുക്കുന്ന ഉത്തരവുണ്ട്, 7 70 പ്രാവശ്യം. എന്ന് വെച്ചാൽ 7 + 70 77 അല്ല, 7 × 70 490 അല്ല, നിരുപാധികം, അൺകണ്ടീഷണലായിട്ട്, വ്യവസ്ഥകൾ കൂടാതെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പ്രാപ്തരാകണം. അപ്പോഴാണ് സ്വർഗീയ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ ഓരോരുത്തരും നടക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നത്. ഈശോ തൻ്റെ ജീവൻ പോലും നമുക്ക് നൽകി നമ്മളെ സ്നേഹിച്ചെങ്കിൽ ഇതുപോലെ നമ്മൾ സ്നേഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാത്ത ഒരു വ്യക്തിക്കും സ്വർഗത്തിൻ്റെ പടിവാതിൽ ചവിട്ടാൻ പറ്റില്ല. കാരണം ദൈവം സ്നേഹമാണ്. ആ സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ നിയമം നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ പാലിച്ചിരിക്കണം. നമ്മൾ ഒത്തിരി വിശുദ്ധരെയൊക്കെ കാണുന്നുണ്ട്, സംഭവങ്ങളെ കാണുന്നുണ്ട്. റാണി മരിയയുടെ സംഭവം ഇവിടെ പെരുമ്പാവൂർ പുല്ലുവഴിയിൽ, പ്രിയമുള്ളവരെ, ഇതാ സമുന്ദർ സിംഗ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ കുറ്റവാളിയാണ് സമുന്ദർ സിംഗിനെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. റാണി മരിയയുടെ സിസ്റ്റർ, റാണി മരിയയുടെ സഹോദരി സിസ്റ്ററാണ്. അന്ന് ഒരു ദിവസം രക്ഷാബന്ധനം കെട്ടിച്ച് സ്വന്തം സഹോദരനായിട്ട് സ്വീകരിച്ചു.
ഈ സിസ്റ്റർ റാണി മരിയയുടെ അമ്മ സമുന്ദർ സിംഗിന് തൻ്റെ മകളുടെ ഘാതകന് ചോറ് വാരി കൊടുത്തു. ആ കയ്യിൽ പിടിച്ചൊരു ഉമ്മ കൊടുത്തു. എൻ്റെ മകളുടെ രക്തം വേണ ഈ കൈ. ആ കൈ പിടിച്ച് ചുംബിച്ചു അമ്മ. സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയാണ് പ്രിയമുള്ളവർ കാണിച്ചത്. എങ്ങനെ സാധിക്കുന്നത്? അതുപോലെ നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്രഹാം സ്റ്റെയിനും അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും ജീപ്പിലിട്ട് ചുട്ടുകൊന്നൊരു സംഭവം അനേകം വർഷങ്ങൾക്കും ഒറീസയിൽ നടന്ന സംഭവമാണ്. അതിൻ്റെ ഘാതകർ ധാരാസിംഗും കൂട്ടരുമാണ് അതൊക്കെ ചെയ്തത്. പ്രിയമുള്ളവരെ, അന്ത്യോളം ശുശ്രൂഷ ചെയ്തിട്ട് ഇതാ വിശ്രമിക്കാൻ ഒരിടം കിട്ടാതെ ആയപ്പോൾ ജീപ്പിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഈ ധാരാസിംഗും കൂട്ടരും വന്നിട്ട് ആ ജീപ്പിന് തീ കൊളുത്തിയത്. എന്ത് സംഭവിച്ചു? ഗ്രഹാം സ്റ്റെയിൻ അദ്ദേഹത്തിൻ്റെ 2 മക്കളും ആ ജീപ്പിൽ കിടന്ന് വെന്തുരുകി മരിച്ചു. പ്രിയമുള്ളവരെ, ഗ്രഹാം സ്റ്റെയിൻ്റെ ഭാര്യ, ജീവിത പങ്കാളി ഗ്ലാഡിസ് അവരോട് നിരുപാധികം ക്ഷമിച്ചു. എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കളെയും സ്നേഹിക്കുന്ന ദൈവം ഇവരെയും സ്നേഹിക്കുന്നുണ്ടല്ലോ, ഇവരോട് ഞാൻ ക്ഷമിക്കുന്നു. ഇവർ ചെയ്തെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് ഗ്ലാഡിസ് അന്ന് പ്രാർത്ഥിച്ചത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്ന വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ ക്ഷമിക്കാനും സ്നേഹിക്കാനും കരുണ കാണിക്കാനും സാധിക്കുള്ളൂ. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി സ്റ്റീഫൻ്റെ സംഭവം നമുക്കറിയാം. സ്റ്റീഫനെ കല്ലെറിയുമ്പോൾ സ്റ്റീഫൻ എന്ത് ചെയ്തു? സ്റ്റീഫനെ കല്ലെറിഞ്ഞപ്പോൾ സ്റ്റീഫൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതായിട്ട് കണ്ടത്. അവിടെ പിതാവിനെ കാണുന്നു. പിതാവിൻ്റെ വലതുഭാഗത്ത് ഈശോ എഴുന്നേറ്റ് നിൽക്കുന്ന ആ രംഗമാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, അവിടെ ഈശോ സ്റ്റീഫനെ, ആദ്യത്തെ രക്തസാക്ഷിയെ സ്റ്റെഫാനോസിനെ അവിടെ അനുഗ്രഹിക്കുകയാണ്, അഭിഷേകം ചെയ്യുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആരെല്ലാം ഇങ്ങനെ വ്യവസ്ഥകൾ കൂടാതെ ക്ഷമിക്കുന്നോ സ്നേഹിക്കുന്നോ അവരെ ഈശോ ശക്തിപ്പെടുത്തുന്നു. വീണ്ടും പരിശുദ്ധാത്മാവിനെ നൽകി അവരെ ധൈര്യപ്പെടുത്തുന്നു, അവരെ അഭിഷേകം ചെയ്യുന്നു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത് നമുക്കറിയാം. ഈ ഭൂമിയിലായിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് ഇവിടെ പ്രലോഭനങ്ങളെ അതിജീവിക്കണം. അവർക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളും സഹനങ്ങളെല്ലാം അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തി അതിന് പരിശുദ്ധാത്മാവിനെ കൂടാതെ സാധിക്കില്ലെന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെങ്കിൽ, ശരീരം ദേവാലയമായി സൂക്ഷിക്കണമെങ്കിൽ അവിടെയും പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. നമുക്കറിയാം, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ ശരീരം അതിൻ്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് റോമ ലേഖനം 8:9 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. വിശുദ്ധ മരിയ ഗൊരേത്തി 12 വയസ്സിൽ 13 കുത്തേറ്റ് രക്തസാക്ഷിത്വം വഹിച്ച മകളാണ്. തൻ്റെ ശരീരത്തിൽ തൊടാനായിട്ട് അലക്സാണ്ടറിനെ സമ്മതിച്ചില്ല. ശരീരം ദേവാലയമായി സൂക്ഷിച്ച മകള് ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി, ജീവിത വിശുദ്ധിക്ക് വേണ്ടി, ചാരിത്ര ശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മകളാണ് മരിയ ഗൊരേത്തി. അതിന് മരിയ ഗൊരേത്തിയെ ശക്തിപ്പെടുത്തി സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജഡികരല്ല, നിങ്ങൾ ആത്മീയരാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ജഡികമായ ചിന്തകളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ആസക്തികളെല്ലാം വിട്ടുപോകുന്നത്. ശരീരത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്നില്ലെങ്കിൽ നമ്മൾ വെറും ജഡികരാണ്. ലഹരി വസ്തുക്കളോടും ലൈംഗികകാര്യങ്ങളോടും സ്വർണത്തോടും വസ്ത്രത്തോടും ഭക്ഷണത്തോടുമെല്ലാം നമുക്ക് അമിതമായ താല്പര്യം തോന്നും. നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാൻ തമ്പുരാൻ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ ദേവാലയമായി സൂക്ഷിക്കണം. വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ ഒരു ബലിയായിട്ട് അർപ്പിക്കാൻ ദൈവം തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. റോമാ ലേഖനത്തിലാണ് നമ്മളത് കാണുന്നത്. റോമാ ലേഖനം 12:1. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. ഇതായിരിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ശരീരം ദേവാലയ തുല്യമായി സൂക്ഷിക്കണമെങ്കിൽ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് നിറയണം. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കറിയാം അനേകം വിശുദ്ധർ മരിച്ചിട്ട് ഇന്നും അവരെ ശരീരങ്ങൾ അഴുകാതെ ഇരിക്കുന്നുണ്ട്. അനേകം വിശുദ്ധർ 300, 400, 500 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അഴുകാത്ത ശരീരങ്ങൾ അവരെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, നമുക്ക് കേട്ടിട്ടുണ്ട്. ജീവിതകാലത്തെ ശരീരം ദേവാലയ തുല്യമായി കാത്തു സൂക്ഷിച്ചവരാണ്. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് മാനുഷികമായ ആ ആഗ്രഹങ്ങളും ദാഹങ്ങളെല്ലാം വിട്ടുപോകുന്നത്. സമരിയാക്കാരോട് ഈശോ പറയുന്നുണ്ടല്ലോ, നീ കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹിക്കും, നീ എന്നോടൊരു ജലം ചോദിക്കുക, ഞാൻ നിനക്ക് ജീവജലം തരാം. ഈ ജീവജലം നീ പാനം ചെയ്താൽ നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. മനുഷ്യൻ്റെ ദാഹം ശമിപ്പിക്കാൻ ദൈവം തരുന്ന പരിശുദ്ധാത്മാവാകുന്ന ജീവജലം
അത് സമർത്ഥമായി കുടിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വിശുദ്ധി കാത്ത് സൂക്ഷിക്കാനും ശരീരം ദേവാലയമായി സൂക്ഷിക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും പരിശുദ്ധാത്മാവാണെന്നുള്ള സത്യം തിരിച്ചറിയുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയിൽ വന്ന് നിറയുമ്പോഴാണ് ദൈവഹിതം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, നമ്മുടെ മക്കളെ എവിടെയാണ് പഠിപ്പിക്കേണ്ടത്, ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് കോളേജിലാണ് വിടേണ്ടത്, അവർ ജീവിതാന്തസ് എന്താണ്, അവർ സമർപ്പിത ജീവിതത്തിലേക്കാണോ ഏകസ്ഥ ജീവിതത്തിലേക്കാണോ അല്ലെങ്കിൽ ഏത് ജീവിതത്തിലേക്കാണ് അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ എവിടെയാണ് വീട് പണിയേണ്ടത്, എപ്പോഴാണ് പണിയേണ്ടത്, എപ്പോഴാണ് തുടങ്ങേണ്ടത്, ഏത് വണ്ടിയാണ് വാങ്ങേണ്ടത്, എല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കണം. അതിന് നമ്മളെ സഹായിക്കും പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഇതാ വരാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ചെല്ലാം വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് തരുന്നതും പരിശുദ്ധാത്മാവാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ വരുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ്, നിത്യം നമ്മുടെ കൂടെ ആയിരിക്കുന്ന സഹായനായ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനെ ഒരു ശക്തി എന്നതിനേക്കാൾ ഒരു വ്യക്തിയായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം. ലോകത്തിൽ വെച്ച് വലിയൊരു വചനപ്രഘോഷകൻ, അദ്ദേഹം ഒരു വിദേശിയാണ്, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേര് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്നാണ്. ഗുഡ് മോർണിംഗ്. വളരെ പ്രശസ്തനായ ഒരു വചനപ്രഘോഷകൻ, വിദേശിയാണ് കേട്ടോ. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. അദ്ദേഹം പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്നാൽ ആദ്യം ഗുഡ് മോർണിംഗ് പറയുന്നത് പരിശുദ്ധാത്മാവിനാണ്. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ വ്യക്തിയായി തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവോടുകൂടി ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കപ്പെടാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളായി നമ്മൾ ഓരോരുത്തരും മാറാനുള്ള എല്ലാ കൃപയും അനുഗ്രഹം ദൈവം നമുക്ക് സമർത്ഥമായി നൽകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.